ഇപ്പോൾ 5:15 ഒരു 3:47 ഒക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ്. ഐ കുഡൻറ്റ് സ്ലീപ്പ് ബിക്കോസ് ഞാനൊരു ഡ്രീം കണ്ടതിൻ്റെ ബേസിൽ എഴുന്നേറ്റതാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നമല്ല, കാര്യം അതല്ല. കൊറോണയ്ക്കൊക്കെ മുന്നേ, സോറി ഫോർ ദ ലോ ക്വാളിറ്റി വീഡിയോ ബിക്കോസ് ഞാൻ പ്രോപ്പർലി ലൈറ്റ് ഇട്ടിട്ടില്ല, ബാക്കി എല്ലാവരും ഉറങ്ങുവാണ്. ആൻഡ് എൻ്റെതായ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. എൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ഫോണിലുള്ള വീഡിയോസാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ മറ്റേ ഫോണ് ബെഡ്റൂമിലിരിക്കുന്നത്, ഞാനിപ്പോൾ ലിവിങ് റൂമിലായിരിക്കുന്നത്. അപ്പോൾ കോവിഡിന് മുന്നേ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഞായറാഴ്ച അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചിക്കൻ മേടിക്കുന്നത്. അപ്പോൾ പിന്നെ ആഘോഷം ഇന്ന് ഇറച്ചി മേടിക്കാൻ പോവുകയാണോ? അതിപ്പോൾ മാക്സിമം ഒക്കെ നമ്മൾ മേടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓരോ ആൾക്കാരുടെ വീട്ടിലുള്ള അംഗത്തെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഒരു 5-6 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 കിലോ മേടിക്കുകയാണെങ്കിൽ തന്നെ 3 കിലോ എന്നാലല്ലേ നമുക്കിങ്ങനെ പോർഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഭയങ്കര ആഘോഷമായിരിക്കും. ചിക്കനാണ്, ഇറച്ചിയായിരുന്നു എന്ന് പറയും. മാസത്തിലൊരിക്കലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഔട്ട്സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് വൺ ഓഫ് ദ എന്താ ഒരു നമ്മൾ വെക്കേഷനൊക്കെ പോകുന്നൊരു ഫീലായിരുന്നു. ഒരു കൊറോണ കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു മാറ്റം ഒന്ന് ആലോചിക്കണം. അതൊരു പാൻഡമിക് ഡേയ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിലും മനുഷ്യന്മാർ പരസ്പരം കണക്റ്റ് ആവാൻ തുടങ്ങിയതാണ്. അവനവൻ്റെ കാര്യത്തിൽ കേട്ടോ, മറ്റുള്ളവരുടെ കാര്യത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്ക് എന്ത് വേണം വേണ്ട എന്നൊക്കെ എപ്പോഴേക്കും ആൾക്കാർ തിരിച്ചറിഞ്ഞതാണ്. എന്തിനും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്. പലപ്പോഴും അവളുടെ വീട്ടിലെന്ത് മീനാ ഇല്ലെങ്കിൽ എപ്പോഴും ചിക്കനാ എന്നുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ, സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളൊരു വെപ്പ് അതേപോലെ നടത്താൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു പലപ്പോഴും പല ആൾക്കാരും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതും. ആൻഡ് ഒരു പാൻഡമിക് വന്നപ്പോൾ എന്ത് നല്ല കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. പീപ്പിൾ സ്റ്റാർട്ട് ടു തിങ്ക് അബൌട്ട് ദെയർ സെൽഫ് ആൻഡ് they are starting to nourish their self. യെസ്, എനിക്ക് ഫുഡ് കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നു, അതെൻ്റെ ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ അധ്വാനിച്ചതാണ്. പീപ്പിൾ ആർ ചേഞ്ചിങ് ഫോർ എ ഗുഡ് റീസൺ, സോ ഇറ്റ്സ് നൈസ്.